പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ HMC നിയമിച്ച 4 ജീവനക്കാരെ പിരിച്ചുവിടാൻ തീരുമാനമെന്ന് പരാതി. OP വിഭാഗത്തിലെ 2 ഡാറ്റ എൻട്രി ജീവനക്കാരെയും എക്സ്റേ വിഭാഗത്തിലെ 2 പേരെയുമാണ് പിരിച്ചുവിടുന്നത്. ഇന്ന് OP കൗണ്ടറിലുള്ളത് 3 ജീവനക്കാർ മാത്രമാണ്. പ്രവീൺ പുരുഷോത്തമനുണ്ട് ഇപ്പോൾ സ്ഥലത്ത്. പ്രവീൺ, ഗുഡ് മോർണിംഗ്. പ്രവീൺ, എന്താണ് സംഭവിക്കുന്നത്? OPയിൽ രോഗികളുടെ വൻ തിരക്കുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്താണ് കാര്യം? പുതിയ ആളുകളെ എടുക്കാതെയാണോ നിലവിലുള്ള ഉദ്യോഗസ്ഥരെയും പിരിച്ചുവിടാൻ പോകുന്നത്? രോഗികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ പ്രവീൺ? അരുൺ, പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ OP കൗണ്ടറിന് മുന്നിൽ ഇപ്പോൾ രോഗികളുടെ വലിയ പ്രതിഷേധമാണ്. ഈ OP കൗണ്ടറിൽ 4 ജീവനക്കാരാണ് ഡ്യൂട്ടിയിൽ കയറേണ്ടത്. പക്ഷേ ഇന്ന് രാവിലെ 8 മണിക്ക് ഈ കൗണ്ടർ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ 2 ജീവനക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 ജീവനക്കാർ ഇല്ലായിരുന്നു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ 3ാമതൊരു ജീവനക്കാരൻ വന്നു. പക്ഷേ ഇപ്പോൾ ഈ രോഗികൾ പറയുന്നത് അവർക്ക് പുലർച്ചെ തന്നെ ഇവിടെ വന്നിട്ട് പോലും അവർക്ക് OP ടിക്കറ്റ് എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളത്. ഇവർ പറയുന്നത് 4 പേരെ എങ്ങാണ്ട് പുറത്താക്കിയെന്ന്. അതിന് ഞങ്ങളെല്ലാവരും ഒന്ന് സഹകരിക്കണമെന്ന്. 15 മിനിറ്റ് കൂടെ അവർ ഇത് ചീട്ട് കൊടുക്കത്തുള്ളൂ. രാവിലെ എത്ര മണി വരെ ഇവിടെ നിൽക്കുകയാണ്? 4 മണി മുതൽ നിൽക്കുക. 5 മണി മുതൽ 4 മണി വരെ ഇവിടെ നിൽക്കുന്നവരുണ്ട്. അല്ല, ഇത് എന്താ സംഭവിക്കുന്നത്? 4 മണിക്ക് ഇവിടെ 4 ജീവനക്കാരെ തുടർന്നാണോ ഈ പ്രശ്നം? ഈ ജീവനക്കാർ വരാൻ താമസിച്ചതിനെ തുടർന്ന് പിരിച്ചുവിട്ടതാണോ? എന്താണ് സംഭവം പ്രവീൺ? കൊടുക്കണ്ടാന്ന്. അരുൺ, ഇതിനകത്തെ വസ്തുത എന്നുള്ളത് ഈ ആശുപത്രിയിൽ HMC നിയമിച്ച 2 വിഭാഗങ്ങളിലെ 4 ജീവനക്കാരോട് ഇന്നു മുതൽ ജോലിക്ക് ഹാജരാകേണ്ട എന്ന് ആശുപത്രി സൂപ്രണ്ടും മറ്റ് അധികാരികളും അറിയിച്ചു എന്നാണ് ജീവനക്കാർ പറയുന്നത്. അതിനെ തുടർന്ന് ഈ ഡേറ്റ എൻട്രി ആ വിഭാഗത്തിലുള്ള 2 ജീവനക്കാരോടും ഇന്നു മുതൽ ജോലിക്ക് വരേണ്ട എന്ന് അറിയിച്ചു എന്ന് ജീവനക്കാർ പറയുന്നു. എക്സ്റേ വിഭാഗത്തിലെ 2 ജീവനക്കാരോടും ഇന്നു മുതൽ ജോലിക്ക് ഹാജരാകേണ്ട എന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇവിടെ 4 കൗണ്ടറാണുള്ളത്. അതിൽ 2 ജീവനക്കാർ ഇന്ന് രാവിലെ ജോലിക്ക് എത്തിയപ്പോൾ ബാക്കി 2 ജീവനക്കാർ, അതായത് ഇന്ന് ജോലിക്ക് ഹാജരാകേണ്ട എന്ന് പറഞ്ഞ ആളുകൾ എത്തിയില്ല. ബദൽ സംവിധാനം ഇവിടെ രാവിലെ ഒരുക്കുമെന്ന് രോഗികളോട് പറഞ്ഞു. അങ്ങനെ ബാക്കി 2 പേരെ കൂടി വൈകി ഇവിടെ ചുമതല ഏൽപ്പിച്ചു. പക്ഷേ എന്നാലും രോഗികൾ ഇപ്പോഴും വലിയ പ്രശ്നത്തിൽ തന്നെയാണ്. വെളുപ്പം അവർ OP ടിക്കറ്റ് കൊടുക്കണ്ട എന്നാണ് അവർ പറയുന്നത്. ഞങ്ങൾ 4 മണി തൊട്ട് ഇവിടെ വന്ന് ക്യൂ നിൽക്കുക. വെളുപ്പാങ്കാലത്ത് ഞാനാണെങ്കിൽ കുമ്മണ്ണൂരിൽ നിന്ന് വരുക. 4.5 കിലോമീറ്റർ നടന്ന് കോന്നി വന്നിട്ട് അവിടുന്ന് ബസ്സിൽ ഞാൻ വരുന്നത്. ഇവിടെ വന്നപ്പോൾ ഇത് കാണിക്കുമ്പോൾ എന്തുവാ? അരുൺ, നമുക്ക് ദൃശ്യം കൂടി കാണാം. ഇവിടെ 100-ലധികം, അതായത് നമുക്ക് നോക്കുകയാണെങ്കിൽ 4 നിരകളിലായി എത്ര ആളുകളാണ്, എത്ര രോഗികളാണ് ഇവിടെ OP കൗണ്ടറിൽ കാത്തു നിൽക്കുന്നതെന്ന് കാണുക. അത് പുലർച്ചെ 4 മണി മുതൽ തന്നെ നോക്കൂ. ഇത്രയും അധികം OP രോഗികൾ നിൽക്കുമ്പോൾ ഈ 4 ജീവനക്കാരെ മറ്റൊരു ബദൽ സംവിധാനങ്ങളും ഒരുക്കാതെ, ക്രമീകരണങ്ങളും ഒരുക്കാതെ പിരിച്ചുവിടുക. എന്താണ് സംഭവിക്കുന്നത്? നമുക്ക് പ്രതികരണങ്ങൾ കേൾക്കാം. 8 മണി കഴിഞ്ഞപ്പോൾ ഇവിടെ 2 പേര് വന്നു. അവരവിടെ നിന്ന് വിളിച്ചോണ്ട് പോവുകയും ചെയ്തു. OP ടിക്കറ്റ് കൊടുക്കത്തില്ലെന്നാണ് പറയുന്നത്. അവർ 4 പേരെയാണ്ട് പുറത്താക്കി വിടുന്നു. അപ്പോൾ അതിന്റെ പ്രതിഷേധം ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം പെർഫെക്റ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ കണ്ടല്ലോ ജനങ്ങൾ കിടക്കുന്നത് 10-500 പേരിന് പുറത്ത് കിടക്കും OP ടിക്കറ്റ് എടുക്കാൻ. ഡോക്ടർമാർ ഇവിടെ 2-3 പ്രാവശ്യം ഇവിടെ വന്ന് നോക്കിയിട്ട് പോയവരാ. 5 മണിക്ക് വന്നതാ, കണ്ണും കാണത്തില്ല, പുള്ളിക്ക് ഷുഗറും പ്രഷറും ഉള്ളതാ. അതുപോലെ പലരും അവരെ വന്നവരെല്ലാം അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. ആണെന്ന് ഒരു ഇതുമില്ല. ഇവിടെ കൗണ്ടറിൽ നിങ്ങൾ അന്വേഷിച്ചപ്പോൾ എന്താണ് അവർ പറയുന്നത്? പറഞ്ഞു വിട്ടു. 5 മണിക്ക് വന്ന് ഇവിടെ നിന്നിട്ട് 2 മണിക്കൂർ നിന്നിട്ട് കൗണ്ടർ 8 മണിക്കാണ് തുറക്കുന്നത്. അതുവരെ അവിടെ ആൾക്കാർ വന്നിട്ടില്ല. ഇത് വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന ഒരു ദുരിതമാണിത്. ഇവിടെ 4 നിരയുണ്ടല്ലോ. ഈ 4 നിരകളിലുള്ള ആളുകൾക്കും ഞാനൊരു ഹാർട്ട് രോഗിയാണ്. എനിക്കിപ്പോൾ ഇവിടെ തന്നെ 2 പ്രാവശ്യം വല്ലാതെ വന്നു. എന്നിട്ട് ഈ കൗണ്ടർ തുറന്ന് ഞങ്ങൾക്ക് ഇത് തരാൻ നിന്നിട്ട് അവർ ഉദാസീനത കാണിക്കുന്നത്. അപ്പൊ ഇവിടെ ടോക്കൺ വെക്കണം. ഇവിടെ ടോക്കൺ വെച്ച് ഞങ്ങൾക്ക് ഇരിക്കേണ്ടടുത്ത് ഇരിക്കാനുള്ളൂ. അങ്ങനെ ഒരു നിയമം, അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഇല്ല. ഈ ഹോസ്പിറ്റലിൽ തുറക്കണ്ടായോ? അതിൽ ഇവരെ കറക്റ്റ് 8-5 ആകുമ്പോഴേ തുറക്കത്തുള്ളൂ. ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ജില്ലയിലുള്ള പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലാണ് പ്രേക്ഷകർ ഈ കാഴ്ച കാണുന്നത്. നിൽക്കുന്ന രോഗികൾ നോക്കൂ. രാവിലെ 4 മണിക്കും 5 മണിക്കുമൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി ആശുപത്രിയിൽ OP കൗണ്ടറിൽ എത്തിയിരിക്കുന്ന മനുഷ്യരാണ് ഈ വലഞ്ഞു നിൽക്കുന്നത്. HMC നിയമിച്ച 4 പേരെ താൽക്കാലികമായിട്ടുള്ള ജീവനക്കാരെ പിരിച്ചുവിട്ടു. ഒരു ക്രമീകരണവും ഒരുക്കാതെ, ഒരു ബദൽ സംവിധാനവും ഒരുക്കാതെ എത്ര മണിക്കൂറായിട്ട് ക്യൂ നിൽക്കുന്ന മനുഷ്യരാ. ഷുഗറുള്ള മനുഷ്യർ, പ്രഷറുള്ള മനുഷ്യർ, അവരുടെയൊക്കെ ചെക്കപ്പിന് വന്ന ആളുകൾ, ഒരുപാട് ബുദ്ധിമുട്ടിയെത്തിയ മനുഷ്യർ, ഇവരെയാണ് ഇപ്പോൾ ഇങ്ങനെ പരീക്ഷിക്കുന്നത്. പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ക്രമീകരണം ഒരുക്കാതെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതിനെ തുടർന്നുണ്ടായ പ്രതിഷേധമാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്.